ഹ്യൂമൺ ഐ ആണ് പഠിക്കാൻ പോകുന്നത്. ഹ്യൂമൺ ഐ എന്ന് പറയുന്ന ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, നമ്മുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അതേമാതിരി തന്നെ നമ്മൾ ശരിക്കും കാണുന്നു. എവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന മാതിരി തന്നെയാണ് അല്ലേ. നമുക്ക് എങ്ങനെയാണ് ഒബ്ജക്ട്സിനെ കാണാൻ സാധിക്കുന്നത്? ലൈറ്റ് ഇല്ലെങ്കിൽ കാണാൻ പറ്റുമോ? ഇല്ല. ലൈറ്റ് എന്ത് ചെയ്യണം, ശരിക്കും പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ലെൻസ് സാധാരണ രീതിയിൽ നമ്മൾ ഇമേജ് ഫോർമേഷൻ ശരിക്കും നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് മിററിൻ്റെയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇമേജ് ഫോർമേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ലൈറ്റ് വന്ന് നമ്മുടെ ലെൻസിൽ വന്ന്, നമുക്കായിട്ടുള്ളൊരു ലെൻസ് ഉണ്ട്, ആ ലെൻസിൽ വന്ന് എന്ത് ചെയ്യുന്നു, ഇൻസിഡൻറ്റ് ചെയ്തിട്ട് അവിടെ നമ്മളൊരു സ്ക്രീൻ, അതിൻ്റെ ബാക്കിലൊരു സ്ക്രീനുണ്ട്, ആ സ്ക്രീനിൽ നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും സിമ്പിൾ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും ആയി തന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ്. അത് നമ്മുടെ ബോഡിയുടെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് മാത്രം ഹ്യൂമൺ ഐ. അപ്പോൾ ഹ്യൂമൺ ഐയുടെ സ്ട്രക്ചറാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ബയോളജിയിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന കണ്ണിൻ്റെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ ബൾജ് ചെയ്തിരിക്കുന്ന പാർട്ടാണ് കോർണിയ എന്ന് പറയും. ദിസ് ഈസ് കോർണിയ. അപ്പോൾ ഈ കോർണിയ എന്ന് പറയുമ്പോൾ അത് ഇത്തിരി ബൾജ് ചെയ്ത് ഇവിടെ ഒരു സ്പേസൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോർണിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയുന്ന കോർണിയ എന്താണെന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണമെങ്കിൽ ട്രാൻസ്പാരൻറ്റ് മെംബ്രെയിൻ ഓൺ ദ ഫ്രണ്ട് പോർഷൻ ഓഫ് ദി ഐബോൾ. ഐബോൾ എന്ന് പറയുന്നത് ഇതാണല്ലോ അല്ലേ. ആ ഐബോളിൻ്റെ ഫ്രണ്ട് പോർഷൻ, അതായത് ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ഇത് പറയാം. ഇതിനെ ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് പാസ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ട്രാൻസ്പാരൻറ്റ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഐറിസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഐറിസ്. ദിസ് ഇസ് ദ ഐറിസ് അല്ലേ. ഈ ഐറിസ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒപ്പേക് സർക്കുലർ ഡയഫ്രം ആണ്. കണ്ടോ, അതാ സർക്കിൾ നമ്മുടെ ഡയഫ്രത്തിൻ്റെ വരെ. ഡയഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ. അതേമാതിരി തന്നെയാണിത് ഒപ്പേക് സർക്കിൾ. ഒപ്പേക് എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്തായാലും അതിനകത്തൂടെ കടന്നു പോകുന്നില്ല. അവിടെ ഒരു സെൻറ്ററിൽ ഒരു എന്തുണ്ട്, ഒരു ഹോളുണ്ട് അല്ലേ. അതിനെ നമ്മൾ പറയുന്നതാണ് പീപ്പിൾ. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം അതിനകത്തൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഐ ലെൻസ് തന്നെയാണ്. നമുക്ക് ആവശ്യം എന്താണ്, ലെൻസ് വേണമല്ലോ. ഈ ഐ ലെൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതന്നെ. ഇവിടെ കോൺവെക്സ് എന്ന് പറയാമെന്നറിയാം അല്ലേ. അപ്പോൾ ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ് വരുന്നത്. എവിടെ, ഐറിസിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ, അതായത് കോർണിയയ്ക്കും നമ്മുടെ ഐറിസിനും ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ എന്താണുള്ളത്, അക്വസ് ഹ്യൂമറാണുള്ളത്. ഒരു ലിക്വിഡ് സോൾട്ടി ഫ്ലൂയിഡാണത്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1.337 എന്ന് നമുക്ക് പറയാം. ഏതിൻ്റെയാണ്, അക്വസ് ഹ്യൂമറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇനി അടുത്തത് നമുക്ക് വീണ്ടും കുറച്ചൊരു ലിക്വിഡായിട്ടുള്ള ഫ്ലൂയിഡായിട്ടുള്ള ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ഉണ്ട്. അത് ഇതിൻ്റെ, അതായത് ലെൻസിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരും. അതായത് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, പിന്നെ ആ സ്പേസിലാണ് നമ്മുടെ വിട്രസ് ഹ്യൂമർ ഉള്ളത്. ഏറ്റവും ബാക്കിലായിട്ട്, ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ മെയിൻ ആൾ ആരാണ്, സ്ക്രീൻ വേണമല്ലോ. നമുക്ക് ഇമേജ് കിട്ടണമെങ്കിൽ ഒരു സ്ക്രീൻ വേണം. ആ സ്ക്രീനാണ് നമ്മളിവിടെ കാണുന്ന റെറ്റിന എന്ന് പറയുന്നത്. ആ സ്ക്രീനിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് റെറ്റിന എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഡെലിക്കേറ്റ് മെംബ്രെയിൻ. വളരെ ഡെലിക്കേറ്റായിട്ടുള്ള മെംബ്രെയിനാണ് ഓഫ് നെർവ് ഫൈബേഴ്സ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദി ബാക്ക് വാൾ ഓഫ് ദി ഐ. കാരണം ഇവിടെ ആയിരിക്കണം, ബാക്കിലാണ്, പക്ഷെ ബാക്ക് വാളിൻ്റെ ഇന്നർ സൈഡിലാണ് വരുന്നത് ഈ റെറ്റിന എന്ന് പറയുന്നത്. ഇനി ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പാർട്സ് കഴിഞ്ഞു. ഇനി അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസിലാണ് സിലിയറി മസിൽസ് എന്ന് പറയുന്നത്. അതായത് ഐ ലെൻസിൻ്റെ തൊട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് നമ്മുടെ എന്താണ്, സിലിയറി മസിൽസ് എന്ന് പറയുന്നത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. കാരണം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വ്യക്തമായിട്ട് ഒബ്ജക്ട്സ് നമ്മൾ കാണുന്നത്, അടുത്തും അകലെയും ഒക്കെ കാണുന്നത് ഈ സിലിയറി മസിൽസിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇനി ഇവിടെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ കുറച്ച് കോൺ സെൽസും റോഡ് സെൽസും വരുന്നുണ്ട്. എന്താണ് ഈ കോൺ സെൽസും റോഡ് സെൽസും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, കോൺ സെൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കോൺ സെൽസ് ഉപയോഗിക്കുന്നത്. എന്നാൽ റോഡ് സെൽസ് ആണെങ്കിൽ നമ്മുടെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്
അതായത് എത്രത്തോളം തീവ്രത ഉണ്ട് എന്നുള്ളത്, സ്ട്രെങ്ത്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലും കുറവും, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മുടെ റോഡ് സെൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ സ്ട്രക്ചർ, അതായത് കംപ്ലീറ്റ് സ്ട്രക്ചർ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് കൂടാണ്ട് ബ്ലൈൻഡ് സ്പോട്ടും യെല്ലോ സ്പോട്ടും അവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു യെല്ലോ സ്പോട്ടും വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്തിനാണെന്ന് വെച്ചാൽ, ബ്ലൈൻഡ് സ്പോട്ട് എന്ന റീജിയൻ എന്ന് പറയുന്നത് ഒപ്റ്റിക് നെർവ് എൻറ്റേഴ്സ് ദ ഐബോൾ. കണ്ടോ, ഐബോളിൽ എൻറ്റേഴ്സ് ചെയ്യുന്ന ആ സ്ഥലത്താണ് നമ്മുടെ ഈ ബ്ലൈൻഡ് സ്പോട്ട് വരുന്നത്. അവിടെ റോഡ് സെൽസും കോൺ സെൽസും ഒന്നുമില്ല, ടോട്ടലി ഇൻസെൻസിറ്റീവാണ്. യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടലി സെൻസിറ്റീവ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ട്രക്ചർ, ഐൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു ഐഡിയ കിട്ടി. അപ്പോൾ മെയിൻ പാർട്സ് മാത്രം നമ്മൾ നോക്കുക, കൃത്യമായിട്ട് നോക്കുക. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചാൽ ആദ്യം സ്ട്രക്ചർ പറയും അല്ലേ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പോണൻസ് പറയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ വർക്കിംഗ് പറയുന്നത്. അതേമാതിരി തന്നെ നമുക്കിവിടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലൈറ്റ് വന്ന് എൻ്റർ ചെയ്യുന്നു. വി നോ ദാറ്റ് കോർണിയ ഒരു ട്രാൻസ്പാരൻറ്റ് മീഡിയമാണ്. അപ്പോൾ ലൈറ്റ് ഇതിനകത്തൂടെ എൻ്റർ ചെയ്ത് ഈ പീപ്പിളിനകത്തു കൂടെ കയറി നമ്മുടെ ലെൻസിലേക്ക് എത്തുന്നു. ലെൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ലെൻസിൽ റിഫ്രാക്ഷൻ നടക്കുന്നു. റിഫ്രാക്ഷൻ നടന്ന് നമുക്കറിയാം അത് കൺവേർജ് ചെയ്യുന്നു. കോണ്ടെക്സ് ലെൻസ് ആണല്ലോ, അത് കൺവേർജ് ചെയ്ത് ഒരു ഇമേജ് എവിടെ വരും, ഈ റെറ്റിനയിൽ വന്ന് വീഴും. എങ്ങനത്തെ ഇമേജാണ് വീഴുന്നത്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ഇമേജാണ് ഈ റെറ്റിനയിൽ വന്ന് വീഴുന്നത്. എന്നിട്ട് പക്ഷെ നമ്മൾ ഇൻവേർട്ടഡ് ഇമേജ് കണ്ടാൽ ശരിയാവില്ലല്ലോ. അപ്പം നമ്മുടെ ഈ നെർവ് ഫൈബേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ എല്ലാം നെർവ് ഫൈബേഴ്സ് ഉണ്ട്. അത് ഈ ഒപ്റ്റിക് നെർവിലൂടെ എവിടേക്ക് എത്തിക്കും, ബ്രെയിനിലെത്തിക്കും. ദ ഇമേജ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അവിടെ നിന്നാണ് നമുക്ക് വീണ്ടും എന്ത് വരുന്നത്, ഇറക്റ്റ് ഇമേജ്, ഇൻവേർട്ടഡ് ഇമേജ് അല്ല നമ്മൾ കാണുന്നത്. ബ്രെയിനിൽ നിന്നും എന്ത് ചെയ്യുന്നു, ദിസ് ഈസ് നോട്ട് ഇൻവേർട്ടഡ് ഇമേജ്, അത് നമ്മൾ ഇറക്റ്റ് ഇമേജായിട്ട് നമ്മൾ കാണുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇമേജിനെ കാണും. ഇതാണ് അതിൻ്റെ സിമ്പിൾ വർക്കിംഗ്. പക്ഷെ നമുക്ക് അടുത്തുള്ള വസ്തുക്കളും അകലുള്ള വസ്തുക്കളും കാണുന്നുണ്ടല്ലോ അല്ലേ, അതെങ്ങനെയാണ്? പിന്നെ ലൈറ്റ് കുറവും ലൈറ്റ് കൂടുതലും എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ പീപ്പിളിൻ്റെ കേസ് എടുക്കാം. പീപ്പിൾ എന്ന് പറയുന്നത് ഈ ഐറിസിൻ്റെ സെൻറ്ററിൽ വരുന്നത് അല്ലേ, ഇവിടെ ഒരു ഹോളുണ്ട്, അതാണ് ഈ പ്യൂപ്പിളാണ്. ശരിക്കും എന്ത് ചെയ്യുന്നത്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായാലും കുറവായാലും അഡ്ജസ്റ്റ് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, പ്യൂപ്പിൾ. അതായത് പ്യൂപ്പിൾ റെഗുലേറ്റ്സ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇനി നമ്മുടെ സിലിയറി മസിൽസാണ് മെയിൻ പാർട്ട് ചെയ്യുന്നത്. എന്താണത്, നമ്മൾ അടുത്ത വസ്തുക്കളെ കാണുകയാണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ തൊട്ടടുത്താണ് നമ്മുടെ വസ്തുക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ കാണേണ്ട വസ്തുക്കൾ തൊട്ടടുത്താണെന്ന് വിചാരിക്കുക. അങ്ങനെ തൊട്ടടുത്താണെങ്കിൽ എന്തുണ്ടാവും, ശരിക്കും പറഞ്ഞാൽ ഇത് കോൺട്രാക്റ്റ് ചെയ്യും. ഈ സിലിയറി മസിൽസ് എന്ത് ചെയ്യും, കോൺട്രാക്റ്റ് ചെയ്യും. ലെൻസ് കോൺട്രാക്റ്റ് ചെയ്തിട്ട് അതിങ്ങനെ ബൾജ് ചെയ്ത് വരും അല്ലേ. അങ്ങനെ ബൾജ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ ഐ ലെൻസ് തിക്നെസ് ആവും, ഐ ലെൻസിൻ്റെ തിക്നെസ് കൂടും. അങ്ങനെ ഐ ലെൻസിൻ്റെ തിക്നെസ് കൂടിയാൽ ഫോക്കൽ ലെങ്ത് കുറയും. അപ്പോൾ ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വളരെ ദൂരെയാണ് വസ്തുക്കളെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ് സംഭവിക്കുക, ഇവിടെ നേരത്തെ കോൺട്രാക്റ്റ് ചെയ്തത് എലോങ്ങേറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എലോങ്ങേറ്റ് ചെയ്യുന്നത് റിലാക്സ് ചെയ്യുന്നതെന്ന് പറയാം. കോൺട്രാക്റ്റ് ചെയ്യുന്നതെന്നും ഇലോങ്ങേറ്റ് ചെയ്തെന്ന് പറയാം. അല്ലെങ്കിൽ അത് റിലാക്സ് ചെയ്യുകയാണ്, നമ്മുടെ സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിലാവും. അപ്പോൾ ഐ ലെൻസ് തിന്നാവും, ഫോക്കൽ ലെങ്ത് വളരെ കൂടുതലാവും. അപ്പോൾ നമുക്ക് എത്ര ദൂരെയുള്ള വസ്തുക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കോൺട്രാക്റ്റ് ചെയ്യും റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, രണ്ട് വസ്തുക്കളെയും നമുക്ക് കാണുന്നു, അടുത്തുള്ളതിനെയും കാണുന്നു, അകലെയുള്ളതിനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കാണാൻ പറ്റുന്ന നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു പവറിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയാണ് അക്കമഡേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർ ഓഫ് അക്കമഡേഷൻ. അതായത് നമ്മൾ സാധാരണ ഒരു ലെൻസ് എടുത്തപ്പോൾ നമുക്ക് ഫോക്കൽ ലെങ്ത് മാറ്റാനും ഒന്നും സാധിക്കില്ല, കൂട്ടാനും കുറയ്ക്കാനും ഒന്നും സാധിക്കില്ല. പക്ഷെ നമ്മുടെ ഐൻ്റെ പ്രത്യേകത, നമ്മുടെ ഐ ലെൻസിൻ്റെ പ്രത്യേകത അതാണ്, ഫോക്കൽ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്റ്റൻസ് വരെയും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അതാണ് പവർ ഓഫ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. ഇനി എത്രത്തോളം ദൂരം നമുക്ക് കാണാൻ സാധിക്കും, ശരിക്കും പറഞ്ഞാൽ
യഥാർത്ഥത്തിൽ നമുക്ക് എവിടെയാണ് ഏത് സ്ഥലത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഏത് ഡിസ്റ്റൻസിൽ വെച്ചാലാണ് ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്, വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് 25 സെൻറ്റിമീറ്റർ അകലെയാണ് വരുന്നത്. അതായത് നമ്മളിൽ നിന്നും, അതായത് നമ്മുടെ ഐ ലെൻസിൽ നിന്നും 25 സെൻറ്റിമീറ്റർ അകലെ വെച്ചാൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് വസ്തുക്കളെ കാണാൻ സാധിക്കും. ആ ഡിസ്റ്റൻസ് എത്രയാണ്? 25 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ലീസ്റ്റ് ഡിസ്റ്റൻറ്റ് ഓഫ് ഡിസ്റ്റൻറ്റ് വിഷൻ എന്ന് പറയും. അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ലീസ്റ്റ് ഡിസ്റ്റൻറ്റ് ഓഫ് ഡിസ്റ്റൻറ്റ് വിഷൻ. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം അത് എത്ര സെൻറ്റിമീറ്ററാണ്? 25 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ലീസ്റ്റ് ഡിസ്റ്റൻറ്റ് ഓഫ് ഡിസ്റ്റൻറ്റ് വിഷൻ. എന്തുകൊണ്ട് അതിനെ ഡിസ്റ്റൻറ്റ് വിഷൻ എന്ന് പറയാൻ കാരണം, നമുക്ക് വേർതിരിച്ച് കാണണമല്ലോ. ഈ ഒരു ഇമേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റ് കാണുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ പാടില്ല അല്ലേ? ആ ഡിസ്റ്റൻസാണ് നമ്മൾ 25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി 25 സെൻറ്റിമീറ്ററിൽ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൂരെയുള്ള വസ്തുക്കളെ കണ്ടില്ലെങ്കിൽ, നമ്മുടെ ലെൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഐക്ക് ഡിഫക്റ്റ് വന്നു എന്ന് പറയാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫക്ട്സ് ഓഫ് ഐ ആണ്. നമ്മളിനി അടുത്തത് ഡിഫക്ട്സ് ഓഫ് ഐ ആണ്. അപ്പോൾ നമ്മുടെ ആ ഫോമേഷൻ, ഇമേജ് ഫോമേഷൻ ഉപയോഗിച്ച്, അതായത് ഐ ലെൻസ് ഉപയോഗിച്ചുള്ള ഇമേജ് ഫോമേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കതിൻ്റെ ഡിഫക്ട്സ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിഫക്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് മയോപ്പിയാണ്. കണ്ടോ, ഷോർട്ട് സൈറ്റ്നെസ് എന്ന് വേണമെങ്കിലും പറയാം. എന്താണ് മയോപ്പിയ? മയോപ്പിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയർ പോയിൻ്റ്, അതായത് അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ആ ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മയോപ്പിയ. അപ്പോൾ അത് എങ്ങനെ നമ്മളത് റെക്ടിഫൈ ചെയ്യും, അതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു മയോപ്പിക് പേഴ്സണ് അടുത്തുള്ള വസ്തുക്കൾ എന്തായാലും ദൂരെയായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, അടുത്ത വസ്തുക്കളെ. അതായത് നിയർ പോയിൻ്റ് ക്ലിയറാണ്, അതിന് വ്യത്യാസമൊന്നും. പക്ഷെ വളരെ അകലേന്ന് വരുന്ന ലൈറ്റ്, അതായത് ഇപ്പോൾ വളരെ അകലെയുള്ള വസ്തുക്കളാണ് കാണുന്നതെങ്കിൽ ആ ലൈറ്റ് നമ്മളതുകൊണ്ടാണ് പാരലൽ റേസ് വരച്ചിരിക്കുന്നത്. ആ റേസ് വന്ന് ഈ ഐ ലെൻസിൽ വന്ന് തട്ടുമ്പോൾ റിഫ്രാക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് കിട്ടുന്ന എവിടെയാണെന്ന് നോക്കൂ. റെറ്റിനയിലല്ല കിട്ടുന്നത്. നമ്മുടെ ഇവിടെയാണല്ലോ റെറ്റിന ഉള്ളത് അല്ലേ, ഈ സൈഡിലാണല്ലോ അല്ലേ, ഇന്നർ വാൾസ് ഓഫ് ദി ബാക്ക് വാൾ, അതായത് ബാക്ക് വാളിൽ ആ ഇന്നർ സൈഡിലാണ് നമ്മുടെ റെറ്റിന ഉള്ളത്. അവിടെ വന്ന് ലൈൻ എന്ത് ചെയ്യുന്നില്ല? റെറ്റിനയിൽ വീഴുന്നില്ല ഇമേജ്. അപ്പോൾ ദ ഇമേജ് ഈസ് നോട്ട്, ഇമേജ് ഈസ് നോട്ട് സീൻ. എവിടെ? സീൻ ഓൺ ദ റെറ്റിന. റെറ്റിനയിലല്ല നമുക്ക് വീണത് അല്ലേ, റെറ്റിനയിലല്ല നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഇമേജ് എവിടെയാണ് കിട്ടുന്നത്? ഇമേജ് ഇവിടെയാണ് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു ഇമേജ് കാണുന്നത്, റെറ്റിനയുടെ ഫ്രണ്ടിലായിട്ട്. അപ്പം നമുക്ക് എവിടെ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ റെറ്റിനയിൽ വന്ന് വീഴണം ഇമേജ്, എന്നാലേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിത് റെറ്റിനയിൽ വന്ന് വീഴാത്തത്? എന്തുകൊണ്ട് റെറ്റിനയിൽ നമുക്ക് കാണുന്നില്ല? അതിനുള്ള 2 റീസൺസ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്? അതിൽ മെയിനായിട്ടുള്ള 2 റീസൺസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ നമുക്ക് പറയാം, ഫോക്കൽ ലെങ്ത് കുറവാണ്. ആരുടെ? നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ലീസ്റ്റാണ്. ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ഇത് ഡിക്രീസ് ചെയ്തിരിക്കുന്നു. അതായത് ഫോക്കൽ ലെങ്ത് വളരെ ലെസ് ആണെന്ന് പറയാം, കുറവാണെന്ന് പറയാം. രണ്ടാമത്തെ എന്താണ് അതിന് കാരണം? വാട്ട് ഈസ് ദ സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഐബോൾ ഉണ്ടല്ലോ, ആ ഐബോളിൻ്റെ സൈസ് എന്ത് സംഭവിച്ചു? ചെറുതായി. സൈസ് ഓഫ് ദി ഐബോൾ എന്ത് സംഭവിച്ചു? ഇറ്റ് ബിക്കംസ് സ്മോൾ. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ മെയിൻ റീസൺസ് ബിഹൈൻഡ് ദിസ് ഡിഫക്റ്റ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഡിഫക്റ്റിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല. ഈ ഡിഫക്റ്റിൻ്റെ റെമഡിയൽ എന്താണ്, റെമഡിയൽ മെഷർ എന്താണ്, അത് നമുക്ക് നോക്കാം. റെമഡിയൽ മെഷർ എന്ന് പറയുന്നത്, നമുക്കിവിടെ ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്കതിനെ എന്ത് ചെയ്യാം? ഈ ഡിഫക്റ്റിന് റെമഡിയൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഹൗ വിൽ യു ഡു ഇറ്റ് ആക്ച്വലി?
ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളിപ്പോൾ സ്പെക്സ് ഒക്കെ ഉപയോഗിക്കുമല്ലോ അല്ലേ, ആ സ്പെക്സ് നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ, നമ്മുടെ ഐൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു കോൺകേവ് ലെൻസ് വെച്ച് കൊടുക്കും. ഓക്കെ, വി ആർ യൂസിങ് എ സ്പെക്സ് ഓഫ് കോൺകേവ് ലെൻസ്. ഓക്കെ, സൂട്ടബിൾ ഫോക്കൽ ലെങ്ത്. എന്ത് ഈ സൂട്ടബിൾ ഫോക്കൽ ലെങ്ത് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലെൻസ് ഫോമിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലെൻസ് ഫോമിൽ ഉപയോഗിച്ച് 1/v-യും 1/v മൈനസ് 1/u = 1/f. അപ്പോൾ നമുക്ക് എഫ് കണ്ടുപിടിക്കാം. എഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ ഫോക്കൽ ലെങ്ത് ഇൻ മീറ്ററിൽ നമുക്ക് പവറും കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത്, സൂട്ടബിൾ ആയിട്ടുള്ള പവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലെൻസ്, കോൺകേവ് ലെൻസ് നമ്മളിവിടെ വെക്കുകയാണ്. അപ്പോൾ റേസ്, പാരലൽ ആയിട്ടുള്ള റേസ് എന്ത് ചെയ്യും, ഈ കോൺകേവ് ലെൻസിൽ വന്ന് ഇൻസിഡൻ്റ് ആവുകയും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇത് ശരിക്കും പറഞ്ഞാൽ ഡൈവേർജ് ചെയ്ത് പോവും അല്ലേ. ഇത് ഇവിടെ നിന്ന് അങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവും അല്ലേ. നോക്കൂ, ഇത് ഡൈവേർജ് ചെയ്ത് പോവും, ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുമ്പോൾ വീണ്ടും ഇത് വന്ന് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഈ റേസ് കൺവേർജ് ചെയ്ത് നമുക്ക് എവിടെ കിട്ടും, നമുക്ക് നോക്കാം, ഇവിടെ ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ലെൻസ് ഉണ്ട്, ഇതിങ്ങനെ കൺവേർജ് ചെയ്ത് എവിടെ വന്ന് വീഴും, നമ്മുടെ ഇമേജ് റെറ്റിനയിൽ വന്ന് വീഴും. അപ്പോൾ യഥാർത്ഥം നമ്മുടെ സ്ക്രീനിൽ വന്ന് വീഴുകയാണ്. അപ്പോൾ ആ ഡിഫക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാനായിരിക്കും, റെമഡി ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോൺകേവ് ലെൻസ് നമ്മുടെ ഇമേജ് റെറ്റിനയിൽ വന്ന് വീണാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഇമേജ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഷോർട്ട് സൈറ്റ്നെസ് ആണ്. ഷോർട്ട് സൈറ്റ്നെസ് പറഞ്ഞാൽ അടുത്തുള്ളത് മാത്രം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ, അകലെയുള്ളതിനെ കാണാൻ സാധിക്കില്ല. അകലെയുള്ള കാണാനായിട്ട് നമ്മളൊരു സ്പെക്സ് ഉപയോഗിക്കുക, സൂട്ടബിൾ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇമേജ് കാണാൻ സാധിക്കും. താങ്ക് യു. നമുക്കിനി അടുത്ത ഡിഫക്റ്റ് പഠിക്കാം, ഹൈപ്പർ മെട്രോപ്പിയ. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ഫാർ സൈറ്റഡ്നെസ് പേഴ്സൺ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണത്? അതായത് ഫാർ സൈറ്റ്, അതായത് ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. കുറച്ച് പ്രായമാകുമ്പോഴാണ് സാധാരണ രീതിയിൽ ഈ ഒരു ഡിഫക്റ്റ് വരുന്നത്, അല്ലാത്തവർക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ദൂരെയുള്ള വസ്തുക്കളെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റാത്ത ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഫാർ സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺസിന് എന്ത് കാണാൻ സാധിക്കും, ദൂരെയുള്ള വസ്തുക്കൾ വളരെ ക്ലിയർ ആയിട്ട് കാണാം. ദാറ്റ് ഈസ് ബൈ ഫാർ സൈറ്റഡ്നെസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡിഫക്റ്റ്? ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നിയർ പോയിൻ്റ് ആണ്, അവിടെ നിന്ന് ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് വരയ്ക്കുക, ലൈറ്റ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ലെൻസിൽ, നമ്മുടെ ഐ ലെൻസിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇമേജ് എവിടെ കിട്ടുന്നു നോക്കൂ, ഇമേജ് പുറത്ത്, അതായത് ബാക്ക് സൈഡ് ഓഫ് ദി റെറ്റിന. റെറ്റിനയിൽ വന്ന് വീണാലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ റെറ്റിനയിലെല്ലാമാണ് വീണത്, ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ റെറ്റിന. നേരത്തെ നമ്മൾ മയോപ്പിയ കണ്ടത് എങ്ങനെയാണ്, ഫ്രണ്ടിലായിരുന്നു, ഇത് ബാക്കിലാണ്. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കില്ല. ഇതിനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ 2 പോയിന്റുകൾ തന്നെയാണ് ഇവിടെയും പറയാൻ പോകുന്നത്. ഒന്ന് എന്താണ്, നമ്മുടെ ഐബോളിൻ്റെ കേസ് പറയാം. അതായത് സൈസ് ഓഫ് ദി ഐബോൾ, സൈസ് എങ്ങനെയായിരിക്കണം, സൈസ്, ഐബോളിൻ്റെ സൈസ് ചെറുതാവുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത് റെറ്റിനയുടെ ബാക്കിൽ കിട്ടാനുള്ള കാരണം. അപ്പോൾ സൈസ് ഓഫ് ദി ഐബോൾ വിൽ ബി സ്മോൾ, ചെറുതാവുന്നു. രണ്ടാമത്തെ റീസൺ എന്താണ് പറഞ്ഞത്, ഫോക്കൽ ലെങ്ത്ത്. നേരത്തെ നമ്മൾ മയോപ്പിയയിൽ ഫോക്കൽ ലെങ്ത്ത് വളരെ കുറവാണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് ഈ ഒരു സമയത്ത് നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എന്ത് സംഭവിക്കുന്നു, ഫോക്കൽ ലെങ്ത്ത് ഇൻക്രീസസ്, കൂടുതലാവുന്നു. ഫോക്കൽ ലെങ്ത്ത് വളരെ കൂടുതലായ അടുത്തുള്ള വസ്തുക്കളെ നമ്മൾക്ക് കാണാൻ സാധിക്കില്ലല്ലോ അല്ലേ. അത് ഈ സിലിയറി മസിൽസിൻ്റെ ഒരു പ്രവർത്തനവും കൂടി ഉണ്ട് അല്ലേ. നമുക്കറിയാം, നമ്മൾ സാധാരണ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു അല്ലേ. ഫോക്കൽ ലെങ്ത്ത് ഏത് രീതിയിലായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുന്നു. അത് നമ്മൾ ഒരുപാട്, അതായത് കുറച്ച് ഏജ്ഡ് പേഴ്സൺ വരുമ്പോൾ എന്തുണ്ടാവുന്നു, ഈ സിലിയറി മസിൽസിനൊക്കെ ആ ഒരു എന്താ പറയുക, ഉപയോഗിച്ച് ആ ഒരു കഴിവ് നഷ്ടപ്പെടാനായിട്ട് സാധിക്കും. അതായത് പവർ ഓഫ് അക്കമഡേഷൻ കുറയുന്നു. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഡിഫക്റ്റ് വരുന്നത്. അതല്ലാണ്ടും വരാം, പക്ഷെ വേറെ ഡിഫക്റ്റുകൾ വരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാരണം. നമ്മുടെ അക്കമഡേഷൻ എന്ന് പറയുന്നത്, പവർ ഓഫ് അക്കമഡേഷൻ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ്.
അപ്പോൾ 2 മെയിൻ റീസൺസ് ആണ് നമുക്ക് പറയുന്നത്. ഐബോൾ ചെറുതാവുകയും ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇമേജ് റെറ്റിനയുടെ ബാക്കിൽ കിട്ടും. ആ ഡിഫക്റ്റിനെയാണ് നമ്മൾ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫക്റ്റാണ്. ഇത് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെ റെമഡി ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ വെച്ച് കൊടുക്കും ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട്. അതായത് നമ്മുടെ ഐയുടെ ഫ്രണ്ടിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺവെക്സ് ലെൻസ് വി ക്യാൻ ജസ്റ്റ് പ്ലേസ് ഇറ്റ്. കണ്ടോ, ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടെയും ഒരു കോൺവെക്സ് ലെൻസ് ആണ്. യെസ്, ഇതും ഒരു കോൺവെക്സ് ലെൻസ് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കോൺവെക്സ് ലെൻസ് വയ്ക്കും. ഈ കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യും, ഇവിടെ നോക്കൂ, ഒന്നും കൂടെ കൺവേർജ് ചെയ്യും അല്ലേ, ലൈറ്റിനെ കൺവേർജ് ചെയ്യും. അതെങ്ങനെയാണ് കൺവേർജ് ചെയ്യുന്നത്? ഈ ലൈറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടല്ലേ പോകുന്നത്, അതല്ല, ഇവിടെ നിന്ന് നേരെ ഇത് കൺവേർജ് ചെയ്യും. കണ്ടോ, കുറച്ചും കൂടെ കൺവേർജ് ചെയ്യും. കുറച്ചും കൂടെ കൺവേർജ് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ നിന്ന് വീണ്ടും അത് കൺവേർജ് ചെയ്തിട്ട് എവിടേക്ക് വരും, ഈ കൺവേർജ് ചെയ്ത് നമുക്ക് ഇമേജ് ഇവിടേക്ക് എത്തുന്നു. കണ്ടോ, യു ക്യാൻ സീ ദ ഇമേജ്, ഇറ്റ് ഈസ് ദ ഫൈനൽ ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ്. ഈ ലൈറ്റ് കൺവേർജ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് വീണ്ടും അത് ലാസ്റ്റ് ഫൈനൽ ഇമേജിലേക്ക് എത്തുന്നത് അല്ലേ. എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട, ആദ്യം വരച്ചതല്ല, രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺവെക്സ് ലെൻസും കൂടെ വരയ്ക്കുമ്പോൾ അത് ഒന്നും കൂടെ കൺവേർജ് ചെയ്ത് നമുക്ക് ഫൈനൽ ഇമേജ് കിട്ടുന്നു. എവിടെ, റെറ്റിനയിൽ കിട്ടുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് നിയർ പോയിന്റിലും നമുക്ക് ഇമേജ് കാണാനായിട്ട് സാധിക്കും. വേറൊരു ലെൻസിൻ്റെ സഹായത്തോടെ നമ്മൾ സ്പെക്സ് ഒക്കെ വയ്ക്കുമല്ലോ, അതിൻ്റെ സഹായത്തോടെ അവിടെ വെക്കേണ്ടത് എന്താണ്, കോൺവെക്സ് ലെൻസ് ഓഫ് സൂട്ടബിൾ ഫോക്കൽ ലെങ്ത്. ഈ സൂട്ടബിൾ ഫോക്കൽ ലെങ്ത്തും സൂട്ടബിൾ പവറും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ നിയർ പോയിൻറ്റും ഫാർ പോയിൻ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൃത്യമായിട്ട് വിയും യുവും കാൽക്കുലേറ്റ് ചെയ്ത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ച് പവർ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ സ്പെക്സിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അത് അതിൻ്റെ റെമഡിയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ മൂന്നാമത്തെ ഡിഫക്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്, അസ്റ്റിഗ്മാറ്റിസം. എന്താണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ലൈൻസ്, അതായത് ഹൊറിസോണ്ടലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻസും ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ ഉള്ള അസ്റ്റിഗ്മാറ്റിസം ഉള്ള ഈ ഡിഫക്റ്റഡ് പേഴ്സണ് ഇത് രണ്ടും ഒരേപോലെ കണ്ടാലല്ലേ നമുക്കത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അത് കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഇ എന്നുള്ള ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും കണ്ടാലല്ലേ നമുക്ക് ഇ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ എഫ്, ബി, ഏതായാലും ഈ രണ്ട് ലൈൻസും ഒരുപോലെ കാണാൻ പറ്റാത്തതാണ് ഈ ഡിഫക്റ്റ്. ഒന്നിലെ ഹൊറിസോണ്ടൽ ലൈൻ മാത്രം പ്രൊജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ മാത്രമേ ഈ ഇങ്ങനത്തെ ഡിഫക്റ്റുള്ള പേഴ്സണ് കാണാൻ സാധിക്കുള്ളൂ. എന്താണ് ഇതിന് കാരണം? ഇങ്ങനെ നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ലൈൻസ് കാണാൻ പറ്റാത്തതിനുള്ള കാരണം, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, നമ്മുടെ ലെൻസ്, ഇത് ഐ ലെൻസ്, ഇത് ചെറിയൊരു പിക്ചറാണ് നമ്മുടെ ഐൻ്റെ ഒരു സ്ട്രക്ചർ, ജസ്റ്റ് ഒരു സ്ട്രക്ചർ. നമ്മൾ ക്ലിയർ ആയിട്ടൊരു സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഐ ലെൻസിൻ്റെ ഫ്രണ്ടിലാണല്ലോ നമ്മുടെ കോർണിയൽ. അത് കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് സൈസിൻ്റെ വ്യത്യാസം വരുമ്പോൾ, ഇതിൻ്റെ സൈസിൻ്റെ വ്യത്യാസം വരുന്നതനുസരിച്ച് നമുക്ക് ഈ ലെൻസ് വെർട്ടിക്കലും, അതായത് ഈ നമ്മുടെ ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസ്, ഹൊറിസോണ്ടൽ ലൈൻസ് ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. അതാണ് ഈ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ നമുക്ക് റെമഡി ചെയ്യാൻ പറ്റും? ഈ ഡിഫക്റ്റ് നമുക്ക് എങ്ങനെയാണ് റെമഡി ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് സിലിണ്ട്രിക്കൽ ലെൻസ്, അപ്പം നമ്മൾ ആദ്യത്തെയും രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്തുപയോഗിച്ചാണ് റെമഡിയെ ചെയ്തത്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ് റെമഡി ചെയ്തത്. അതേസമയം ഹൈപ്പർ മെട്രോപ്പിയ ആണെങ്കിലോ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെമഡി ചെയ്തത്. ഇത് അതായത് അസ്റ്റിഗ്മാറ്റിസം ചെയ്യാൻ പോണത് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത് റെമഡി ചെയ്യുന്നത്. അപ്പോൾ സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിച്ചാൽ ഇത് രണ്ടും, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഏജ്ഡ് പേഴ്സൺസിനും ഒരു ഡിഫക്റ്റ് വരാം അല്ലേ. അതായത് ഏജ്ഡ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സിലിയറി മസിൽസ് നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും അത് ടയേർഡ് വരും.
ടയേർഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത വസ്തുക്കളെയും ആ നിയർ പോയിൻറ്റും ഫാർ പോയിൻറ്റിനും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് അത് റെമഡി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെയും ഒരു ഡിഫക്റ്റ് വരുന്നുണ്ട്. ആ ഡിഫക്റ്റിനെ നമ്മൾ പ്രസ് ബയോപ്പിയ എന്നാണ് പറയുന്നത്. ഓക്കെ, സാധാരണ 3 ഡിഫക്റ്റാണുള്ളത്: മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം. പിന്നെ ഏജ്ഡ് പേഴ്സണിൽ വരുന്ന ഒരു ഡിഫക്റ്റാണ് പ്രസ് ബയോപ്പിയ. അത് നമ്മുടെ ഈ പറഞ്ഞ മാതിരി എന്താണ്, ഏജ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് എന്തും നമ്മൾ ഉപയോഗിച്ച് അതിനൊരു ടയേർഡ്നെസ് വരില്ലേ, അതേമാതിരി ഇതിനും ടയേർഡ്നെസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, പ്രസ് ബയോപ്പിയ എന്നാണ് നമ്മളത് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ? ഇത് റെമഡി ചെയ്യുന്നത് നമ്മുടെ കോൺവെക്സ് ലെൻസ് ഓഫ് സൂട്ടബിൾ ഫോക്കൽ ലെങ്ത് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ റെമഡി ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിഫക്ട്സ് ഓഫ് ഐ.